കഴിഞ്ഞ ദിവസം നമ്മുടെ സമത്വസുന്ദരമായ കേരളത്തിൽ ഒരു പ്രതിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു. പരോൾ അനുവദിക്കാൻ പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല, കുടുംബത്തോടൊപ്പം കഴിയുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിന്. ഒരുവനെ 51 വെട്ടുവെട്ടി കുടുംബത്തോടൊപ്പവും നാടിനോടൊപ്പവും കഴിയാനുള്ള അവസരം ഇല്ലാതാക്കിയവനാണ് കുടുംബത്തോടൊപ്പം കഴിയാനുള്ള അവസരത്തിന് വേണ്ടി പരോൾ നൽകിയിരിക്കുന്നത്. സമത്വസുന്ദരം, സുന്ദരമായ കേരളം. മാത്രവുമല്ല, ഇപ്പോൾ തടവ് പുള്ളികൾക്ക് അനുവദിച്ചിരിക്കുന്ന ശമ്പളം 621 രൂപ. 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ജയിലിൽ കിടന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ ലക്ഷപ്രഭുവായാണ് അവൻ പുറത്തു വരുന്നത്. സമത്വസുന്ദരമായ കേരളം. ഈ വാർത്ത കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ആലോചിച്ചു പോയി. ഒരു നരാധമനെ കുറിച്ച്, ഒരു കാട്ടാളനെ കുറിച്ച്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച്. ഗുണ്ടകൾക്ക് യോഗി നൽകിയ സമ്മാനം എന്തെന്നല്ലേ? ഗുണ്ടയ്ക്ക് ഒരുണ്ട. ഗോതമ്പുണ്ടയല്ല, വെടിയുണ്ട. കോടതി പോലും പറഞ്ഞു ഇത് പറ്റില്ല. യോഗി മറുപടി പറഞ്ഞു, തോക്ക് പോലീസിന് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണ്. പോലീസിനെ ആക്രമിച്ചാൽ വെടിവെക്കും, ഗുണ്ട തീരും. യോഗി പറഞ്ഞ മറ്റൊരു വാചകം കൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇറച്ചിയിൽ മണ്ണ് പറ്റും. ഗുണ്ടയോട് പറഞ്ഞതാണ്, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും. കോടതി പറഞ്ഞു ഇതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് ഗുണ്ടയെ പിടിച്ചാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുതരണം. യോഗി പറഞ്ഞു പോലീസിനെ ആക്രമിച്ചാൽ വെടിവെക്കും, ഗുണ്ട തീരും. സമത്വസുന്ദരമായ കേരളം എവിടെ? ഗുണ്ടാരാജിന്റെ, മാഫിയ തലവന്റെ അല്ലെങ്കിൽ ബുൾഡോസർ രാജാവിന്റെ ഊപ്പി